ഒരു പാവപ്പെട്ടവന്റെ കാറ് തല്ലി തകർത്തപ്പോൾ ഏത് പാവപ്പെട്ടവൻ? നിങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവന്റെ കാറ് തല്ലി തകർത്തപ്പോൾ നിനക്ക് സമാധാനമായോ? അവിടെ നാണം വേണം. കഴിഞ്ഞ ദിവസമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ED റെയ്ഡ് നടന്നത്. എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലുമുള്ള സംശയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആരോപണം എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിക്ക് എതിരല്ല, അദ്ദേഹത്തിന്റെ മകളായ വീണ വിജയനെതിരെ ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ റെയ്ഡ്. കണ്ണൂരിലും തിരുവനന്തപുരത്തും റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് CPMന്റെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള മാർച്ചാണ് പിണറായി വിജയന്റെ വസതികളിലേക്ക് നടത്തിയത്, കണ്ണൂരും തിരുവനന്തപുരത്തും. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ED റെയ്ഡ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ഇവിടെ നിരവധി പേർക്കെതിരെ ED റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. ED ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി ഉണ്ട്, മമ്മൂട്ടിയും മോഹൻലാലും ആന്റോ ജോസഫും ആന്റണി പെരുമ്പാവൂരും ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്, സോണിയാഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, അവരുടെ ഭർത്താവും ഉണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന എല്ലാവർക്കെതിരെയും ഇവിടെ ED റെയ്ഡ് നടന്നിട്ടുണ്ട്. അന്നൊക്കെ അവരുടെ പാർട്ടിക്കാര് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചോണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയുന്നതാണ് പി ചിദംബരത്തിന്റെ വീട്ടിലുള്ള റെയ്ഡൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. നട്ടപ്പാതിരക്ക് മതിൽ ചാടിക്കടന്നാണ് പി ചിദംബരം എന്ന മുൻ കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അന്ന് കോൺഗ്രസ്സുകാർ കൊടിയും പിടിച്ചു വന്നോ? ഞങ്ങളെ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റെയ്ഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ദേശീയ നേതാക്കളെ, ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കളെ ED റെയ്ഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നിരുന്നോ? നിങ്ങളൊന്ന് പറയും. ഒന്നും വേണ്ട, ഒക്കെ മാറ്റി നിർത്താം. ഒരു കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് മുസ്ലിം ലീഗുകാര് EDന്റെ വാഹനം ആക്രമിച്ചോ? മുസ്ലിം ലീഗുകാർ ജാതി വിളിച്ചു വന്നോ? ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നടപടികളാണ്. പിണറായി വിജയന്റെ മാത്രം എന്താ ഒരു പ്രത്യേകത? അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ അയാൾ എന്തിനു വയ്ക്കണം? അയാളുടെ കുടുംബം എന്തിനു വയ്ക്കണം? ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് മാത്രമല്ല ഉണ്ടായത്, ആക്രമണം വരെ ഉണ്ടായി. ED വന്ന വാഹനത്തിന് വരെ ഈ പഹയന്മാർ ആക്രമിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളും കാണാം. നിങ്ങൾ കണ്ടല്ലോ, ED വന്ന വാഹനത്തിനാണ് ഇവിടെ ആക്രമിച്ചത്. വാഹനം ആരതാ? EDന്റെ ആണോ? അല്ല, ഇവരെ പോലെ ഒരു സാധാരണ തൊഴിലാളിന്റെ ആണോ വാഹനം? അയാൾക്ക് ഈ രാഷ്ട്രീയമായിട്ടോ അല്ലെ മറ്റുള്ള കാര്യങ്ങളായിട്ടോ യാതൊരു ബന്ധമില്ലാത്തൊരു പാവം മനുഷ്യൻ. അയാളെ വാഹനം ഇവന്മാർ തല്ലി തകർത്തു. എന്തിനാ തല്ലി തകർത്ത്? അയാൾ എന്ത് പറ്റി? ED ഒന്ന് ആ വാഹനത്തിലാണ്, അതുകൊണ്ട് ആ വാഹനം തല്ലി പൊളിക്കാം. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പോരാടുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് CPM. നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയാണ് ആ പാവം കാറുകാരൻ. അയാളെ കാറാണ് നിങ്ങൾ തല്ലിപ്പൊളിച്ചത്. അയാൾ എന്ത് ചെയ്തു? അയാൾ എന്ത് തെറ്റ് ചെയ്ത്? എന്തിനു നിങ്ങൾ അയാളെ കാറിനെ ആക്രമിച്ച്? നിങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളല്ലേ അത്. പിണറായി വിജയന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ മാത്രം അയാൾ ഭയപ്പെട്ടാൽ മതി. ഒളിപ്പിക്കാനില്ലാത്തടത്തോളം കാലം അയാൾ എന്തിനു ഭയപ്പെടണം? അയാളെ നിങ്ങൾ എന്തിനു സംരക്ഷിക്കണം? നിങ്ങളെ പാർട്ടിയെ ഇക്കോലത്തില് തകർത്ത് തരിപ്പണമാക്കിയ ആളെ പേരാണ് പിണറായി വിജയൻ. അയാളെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഈ നടക്കുന്നത്. നാണമുണ്ടോടാ? നിന്നെപ്പോലെ തൊഴിലാളിയല്ല ആ പാവപ്പെട്ട കാരൻ, അയാൾ ടാക്സിക്കാരനാണ്. അയാളല്ലേ നീയൊക്കെ കൂടി കൊണ്ടുപോയി ആക്രമിച്ച് പിണറായി വിജയനും വേണ്ടി ചാവാൻ നടക്കുന്നവരെ? എത്ര അടുത്തത് ഇപ്പൊ കേസ് വന്ന്? വാദശ്രമത്തിനാ കേസ്. നമുക്കൊന്ന് നോക്കാം പിണറായി വിജയൻ നിന്റെ ഒക്കെ കുടുംബത്തെ നോക്കുമെന്നുള്ളത്. നീയൊക്കെ നിയമപരമായിട്ടുള്ള നടപടി നേരിടാൻ പോകുന്നേ ഉള്ളൂ. ഇതൊന്നും ആവില്ല ശിക്ഷ. നീ ശിക്ഷ അനുഭവിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ പിണറായി വിജയനൊന്നും വരില്ല. നീ നിന്റെ കുടുംബത്തിന്റെ അടിയാധാരം വിറ്റ് നിന്റെ കേസ് നടത്തേണ്ടി വരും. പിണറായി വിജയൻ സഹായിക്കാനൊന്നും വരില്ല, അല്ലെങ്കിൽ അയാൾക്കടെ മോളൊന്നും വരില്ല. അത് മനസ്സിലാക്കിക്കൊള്ളി. നീ കുറെ മണ്ടന്മാര് പിണറായി വിജയനെ രക്ഷിക്കണം. അയാൾ രക്ഷിച്ചോണ്ട് നിനക്കെന്താ കാര്യം? മൊയന്തുകളെ. ED റെയ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ED റെയ്ഡ് ഉണ്ടാവും, ED ചോദ്യം ചെയ്യും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്താ ഇയാൾക്ക് മാത്രം ഒരു പ്രത്യേകത? ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടല്ലോ, ഇയാളെ മകൾക്കെതിരെ ആരോപണം ഉണ്ടല്ലോ, മരുമോനെതിരെ ആരോപണം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവിക നടപടിയാണ്. അതിന് എന്തിനാണ് ആ ഉദ്യോഗസ്ഥർ വന്നാൽ പാവം കാരനെ നിങ്ങൾ ആക്രമിച്ചേ? കാരനെ പോട്ടെ, ഉദ്യോഗസ്ഥരെ തന്നെ നിങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റുമോ? അവരവരുടെ ജോലി ചെയ്യുന്നത്. അവിടെ നീയൊക്കെ ജോലിയും കൂലിയില്ലാതെ നാട്ടിലൂടെ വടക്ക് തെക്ക് വടക്ക് നടക്കുകയായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല, അത് മനസ്സിലാക്കാതെ മൊയന്തുകളെ.
ഒരു പാവപ്പെട്ടവന്റെ കാറ് തല്ലി തകർത്തപ്പോൾ ഏത് പാവപ്പെട്ടവൻ? നിങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവന്റെ കാറ് തല്ലി തകർത്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ? അവിടെ നാണം വേണം. എന്തായാലും ഈ ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കാറിനുണ്ടായത്. കാർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഓടുന്ന ടാക്സി കാറാണ്. അതിനാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞ സംഭവങ്ങളുമായോ രാഷ്ട്രീയപരമായോ യാതൊരു ബന്ധമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ. അയാൾ എന്താ പറയുന്നത് നമുക്ക്? വേറെ ആർക്കും പരിക്ക് മറ്റേ ഒരു ലേഡിക്ക് എന്തോ പറ്റിയായിരുന്നു. ഒരു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഇവിടെ ഒന്നും അറിയത്തില്ല. അങ്ങനെ എന്തോ ആണ്, പിന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ തമ്പാനൂർ സ്റ്റാൻഡിൽ. ഞാൻ ഇത് ഇങ്ങനെ ഒരാൾ വിളിച്ചെന്നാ ഓട്ടോ. അപ്പോൾ ഓട്ടോ വിളിച്ചെന്ന് ഇതിൻ്റെ ആവശ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞോളായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നത്. വെളുപ്പിന് വന്നതാ വിളിച്ചത്. വണ്ടി രാത്രിയാണ് വിളിച്ചത്. ഒരു 5:45 6:30 മണി കഴിഞ്ഞപ്പോൾ. എൻ്റെ ഇരുന്നത് ഇങ്ങോട്ട് ED പിന്നെ അല്ലാതെ ഇതിൻ്റെ CRPF-ന്റെ. അല്ല, അത് പറയത്തില്ലല്ലോ നമ്മുടെ അടുത്ത്. അറിയത്തില്ല. റെയ്ഡാണെന്ന് അറിയായിരുന്നു. ഞാൻ മുമ്പ് ഓടിച്ചുള്ളത് ഈ ഓട്ടം. അത് മാത്രമേ അറിയായിരുന്നു. ഫ്രണ്ട് ഗ്ലാസ് ഓടിച്ച് അല്ലാണ്ട് മൊത്തത്തിൽ കയറി വളഞ്ഞായിരുന്നു. കയ്യിലും പിന്നെ കണ്ണിലും ചില്ല് വീണായിരുന്നു. ഇടിയിൽ വീണതാ. താഴെ ഒന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞായിരുന്നു. കണ്ണാശുപത്രി. അതെ, ശ്യാം. ഇതുപോലെ എന്തോ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അറിയായിരുന്നു. പക്ഷേ പോലീസ് നോക്കുന്ന വിചാരിച്ചത്. എസ്കോട്ടുണ്ട്. എസ്കോട്ട് ഉണ്ടായിരിക്കും. വണ്ടി കൊണ്ടിടാൻ പറഞ്ഞായിരുന്നു. പിന്നെ വണ്ടി സ്പീഡെടുത്ത് അപ്പം ചില്ല് മൊത്തം പൊട്ടിക്കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ചുടിയിലൊക്കെ ഇതിൻ്റെ പുറത്ത് കിടക്കായിരുന്നു. അവർ വഴിയൊരുക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകരെല്ലാവരും കൂടി കയറി വളഞ്ഞുകൊണ്ട് ഇല്ല. ആ വണ്ടീനെ ഞാൻ ഓട്ടിച്ച് സ്റ്റേഷനിൽ കിടക്കുക. അവരിവിടെ നിന്ന് പോയി കാണും. ഇല്ല, പരിക്ക് വലിയ പരിക്കില്ലെന്നോ അറിയത്തില്ല. സ്വന്തം വണ്ടിയാണ്. ബാക്ക്, ഫ്രണ്ട്, സൈഡ് 3 വണ്ടിയിലും 3 വേറെ വണ്ടിക്കാരാ. 3 വണ്ടിയിലും പറ്റി. എൻ്റെ വണ്ടിയിലാണ് ബാക്കും സൈഡും എല്ലാം പൊട്ടിച്ചത്. അവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയില്ലെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ശ്യാം. പരിക്കേറ്റ ഡ്രൈവറുടെ വാക്കുകളാണ് കേട്ടത്. രാവിലെ ഓട്ടമുണ്ടെന്ന് അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് പരിശോധനയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പിണറായി വിജയൻ്റെ വീടാണെന്ന് അറിഞ്ഞില്ല. അവിടേക്ക് പോയതാണ്. പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പരിക്കേറ്റ ശ്യാം വ്യക്തമാക്കുന്ന ഡ്രൈവർ വ്യക്തമാക്കുന്നത്. ഈ പാവപ്പെട്ടവർ ഈ സംഭവമായിരുന്നു ഒരു ബന്ധമില്ല. ഇങ്ങനെ റെയ്ഡാണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇത് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള റെയ്ഡാണെന്നോ പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് റെയ്ഡ് ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും ഈ പാവപ്പെട്ടവൻ അറിയില്ല. അദ്ദേഹം രാവിലെ സ്റ്റാൻഡിൽ വന്നു, ഓട്ടം പോകുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അവന്റെ കഞ്ഞിലാണ് ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന എംബോക്കികൾ മണ്ണ് വരിയിട്ടത്. അവൻ എങ്ങനെ ജീവിക്കടാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീയൊക്കെ എന്ന് പറയുന്ന യാതൊരു തൊഴിലിനും പോകാതെ തൊഴിലാളികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു കിടക്കുന്ന ആളാ. എടാ, തൊഴിലെടുക്കണോന്റെ ബുദ്ധിമുട്ട് നിനക്കറിയോ? തൊഴിലിന് ഇതുവരെ പോകാത്തവന് നിനക്കറിയോടാ? അവന്റെ അന്നം മുട്ടിച്ചാലുള്ള അവന്റെ വിഷമം നിനക്കറിയോടാ? നീയൊക്കെ നാട്ടിലൂടെ വായി നോക്കി നടക്കല്ലാതെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ ഇതുവരെ? നാണം കെട്ടവന്മാരെ. ഒരു പാവപ്പെട്ടവന്റെ ചോറിൽ മണ്ണ് വാരി ഇട്ടിട്ട് ഇവനൊക്കെ തൊഴിലാളി സ്നേഹം പറയാൻ നടക്കുന്നത് നാളെ ഉണ്ടോടാ? മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ ഡ്രൈവർ സുഹൃത്തിന്റെ കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, കൈക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? പിണറായി വിജയൻ പറയോ? അല്ലെ അയാളുടെ പാർട്ടിക്കാരെ പറയോ? ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ഡ്രൈവർ സഹോദരന്റെ കുടുംബത്തിന്റെ അന്നത്തിലാണ് യുവമാരെല്ലാം കൂടി മണ്ണ് വാരിയിട്ട്. ആര് സമാധാനം പറയട്ടെ അതിനൊക്കെ? ഈ പാവപ്പെട്ടവന് തലേ ദിവസം രാത്രി, അതായത് റെയ്ഡ് നടക്കുന്ന തലേ ദിവസം രാത്രി ഇങ്ങനെ ഒരു ഓട്ടം രാവിലെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അയാൾ ഉറക്കം വെച്ച് ടാക്സി ഓടുന്ന ഒരു പാവപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വന്ന് ഈ ഓട്ടത്തിന് റെഡിയായി. ഇവരുടെ ഓട്ടം മുൻപ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയിലുള്ളത് ED ആണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പക്ഷെ അത് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലാണെന്ന് പാവപ്പെട്ടവനും അറിഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക് രാവിലെ ഇറങ്ങി തിരിച്ചാണ്. അതിനിടക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അതായത് ഗേറ്റ് കടന്നു വന്ന ഉടനെ തന്നെ 4 വശങ്ങളിൽ നിന്നും ഈ പാവപ്പെട്ടവന്റെ കാറിന് ഒരു ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൽ ഇയാൾക്ക് കൈക്ക് പരിക്കേറ്റു, ഇയാളുടെ കണ്ണിലും പരിക്കേറ്റു. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളുടെ കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അധ്വാനിച്ച് തിന്നിട്ടില്ലെങ്കിലും വെറുതെ നടക്കുന്ന CPM-കാരെ പോലെയുള്ള ആളുകളാണെങ്കിലും കണ്ണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ പരിക്ക് പറ്റി. 4 വശങ്ങളിൽ നിന്ന് ആക്രമണം. എന്തായാലും പരിക്കിനെ തുടർന്ന് ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്കും ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി. എന്തായാലും അദ്ദേഹത്തിനോട് ഇപ്പം കണ്ണിന്റെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ വലിയ മോശമല്ലാത്ത രീതിയിൽ പരിക്കുണ്ട്. ആ പാവപ്പെട്ടവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും.
അവന്റെ ശരീരത്തിലെ അവയവത്തിന് മാത്രമല്ല അവന്റെ ജീവിത ഉപാധി പോലും ഈ പഹയന്മാർ നശിപ്പിച്ചു. ഈ പഹയന്മാരെന്ന് പറയുമ്പോൾ ആരാ? തൊഴിലാളി വർഗ പാർട്ടി. തൊഴിലാളിയോട് ഇത്ര സ്നേഹമുള്ള ആൾക്കാരാ. ഒരു പാവപ്പെട്ട തൊഴിലാളിന്റെ വരുമാനം തന്നെ യുവന്മാർ മുട്ടിച്ചു. യുവന്മാർക്കും തൊഴിലെടുത്ത് ശീലമല്ലല്ലോ, ഇൻക്ലാബ് വിളിച്ചിലാകെ ശീലമുള്ളത്. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ വികാരം ഈ യുവന്മാർക്ക് മനസ്സിലാവില്ല. ജീവിത വരുമാനം തന്നെ വഴിമുട്ടി. ഇനി യുവന്മാർക്ക് ഇൻഷൂർ കിട്ടുമോ, സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുമോ, ഒന്നും അറിയില്ല. പാവപ്പെട്ടമാർ അവർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിനിടയ്ക്ക് CPM-ന്റെ രാജ്യസഭാ അംഗം കൂടിയായ A. റഹീമി ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം സംഭവങ്ങളൊക്കെ ദൗർഭാഗ്യകരമാണ്. ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ വാഹനത്തിന്റെ പരിക്കുകൾ പരിഹരിച്ച് നൽകാൻ എല്ലാവിധ ധനസഹായം ചെയ്യുമെന്നാണ് A. റഹീം പറഞ്ഞത്. വളരെ നല്ല കാര്യം. വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ ആശംസിക്കുകയാണ്. വളരെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. അവർക്ക് അവരുടെ വാഹനത്തിന് മാത്രം പോരാ സഹായം, അവർക്ക് വൈദ്യസഹായം വേണം. വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ നിങ്ങൾ വഹിക്കണം. യാതൊരു തൊഴിലിനും പോകാത്ത തൊഴിലാളി പാർട്ടിയുടെ ആളുകളാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്കെതിരെ ചെയ്തത്, അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങൾക്കെതിരെ ചെയ്തത്. അതിനെതിരെ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി വേണം. അല്ലാതെ വെറുതെ കൈകേക്ക് പോകാമെന്ന് A. റഹീം കരുതണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ചെയ്താൽ കേരളം ശക്തമായിട്ട് പ്രതികരിക്കും. ഇവിടെ ഉമ്മൻചാണ്ടിക്കില്ലാത്ത, രാഹുൽ ഗാന്ധിക്കില്ലാത്ത, പാണക്കാട് തങ്ങൾക്കില്ലാത്ത യാതൊരു പ്രിവിലേജും പിണറായി വിജയന്റെ മകൾക്കില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് അവർ വലിയ ദൈവമായിരിക്കും, നാട്ടുകാർക്ക് വെറും പിണറായി വിജയന്റെ മകള്. അവർ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം, ഒരു സംശയമില്ല. അതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടാവും, റെയ്ഡ് ഉണ്ടാവും. ഇതൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പിണറായി വിജയന്റെ മകൾക്കെതിരെ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ നിരവധി ആളുകൾക്കെതിരെ ഇത്തരത്തിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അവരുമായി ബന്ധപ്പെട്ടവർ വന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയല്ല ചെയ്തത്. കുറെ എണ്ണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. ഇവനൊക്കെ എന്ന് പുറലോകം കാണുമെന്തോ നമുക്കൊന്ന് നോക്കാലോ. പിണറായി വിജയൻ, അയാളുടെ മകളോ അയാളുടെ കുടുംബമോ ഇവനെ കുടുംബത്തിനൊക്കെ രക്ഷകരാകുമെന്ന് നമുക്കൊന്ന് കാണാം. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണുമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.